നമസ്കാരം. ഇന്ന് നമ്മൾ സൈക്കോളജിയിലെ ആ, വിവരസംസ്കരണ സിദ്ധാന്തങ്ങളെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറീസ് കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. അതെ. നിങ്ങൾ പങ്കുവെച്ച ആ പഠന സഹായികളില്ലേ, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചർച്ച. പ്രത്യേകിച്ചും MA സൈക്കോളജി 1-ാം വർഷ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക്. ബ്ലോക്ക് 1 യൂണിറ്റ് 2ലെ ആ ഭാഗങ്ങൾ. അതെ, ഈ ഡിസൈനിങ് സ്ട്രക്ഷൻ, പിന്നെ ബ്ലൂമിന്റെ ടാക്സോണമി, സ്റ്റേൺബർഗിന്റെ അപ്രോച്ച്, ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ സിദ്ധാന്തങ്ങളൊക്കെ നമ്മുടെ ഓർമ്മ, പഠനം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ തന്നെ മാറ്റുന്നുണ്ട്. അപ്പൊ പഠനം കുറച്ചുകൂടി എഫക്റ്റീവാക്കാൻ ഇതെങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം ഈ ഡിസൈനിങ് സ്ട്രക്ഷൻ. പുതിയ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നിലവിലുള്ള അറിവുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. വെറുതെ വായിച്ചു വിട്ടാൽ പോരാ, ഒരു ആഴത്തിലുള്ള സംസ്കരണം അഥവാ ഡീപ്പർ പ്രോസസ്സിംഗ് വേണമെന്നും. അതെങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വിപുലീകരണം അഥവാ എലാബറേഷൻ എന്നാണ് അതിനെ പറയുക. അതായത്, ഇപ്പോൾ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുന്നു. ഉം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് അതിനെ എത്ര നന്നായിട്ട്, എത്ര അർത്ഥവത്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം അത് ഓർമ്മയിൽ നിൽക്കും, ലോങ് ടേം മെമ്മറിയിൽ. അപ്പോൾ വെറുതെ ബൈഹാർട്ട് ചെയ്യുന്ന പോലെയല്ല. അല്ല. കാരണം നമ്മുടെ ഓർമ്മയെന്ന് പറയുന്നത് കുറേ ഒറ്റപ്പെട്ട വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരിടമല്ല. അതൊരു നെറ്റ്വർക്ക് പോലെയാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശൃംഖല. ആ, ശരി. ഈ വിപുലീകരണം ചെയ്യുമ്പോൾ നമ്മൾ ആ പുതിയ ബന്ധങ്ങളുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോഴും ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണമല്ലേ? എന്തെങ്കിലും ഉദാഹരണം പറയാമോ? പറയാമല്ലോ. ഇപ്പോ പഠന പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ പഠിക്കുന്ന ആളുടെ ഒരു സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് സാംസ്കാരികവും സാമൂഹികമായ പശ്ചാത്തലം, അത് പരിഗണിക്കണം. അതെ, അത് പരിഗണിക്കണം. അപ്പോൾ പുതിയ വിവരങ്ങളെ അവരുടെ നിലവിലുള്ള ഒരു മെമ്മറി സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാവും. വിൻ സ്നൈഡറൊക്കെ ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് ഓർമ്മയെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെ, കുറച്ച് സങ്കീർണമായ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം കണക്ഷൻസ് ശരിക്കും അത്യാവശ്യമാണ്. ശരി. അപ്പോൾ വിവരങ്ങൾ ഓർക്കാൻ ആഴത്തിലുള്ള ബന്ധങ്ങൾ വേണം. എന്നാൽ ഈ ചിന്തയുടെ ആഴത്തിന് പല ലെവലുകളുമില്ലേ? അതാണ് ബ്ലൂമിന്റെ ടാക്സോണമി, അല്ലേ? അതെ. അറിവ്, ഗ്രഹിക്കൽ, പ്രയോഗം, അങ്ങനെ മൂല്യനിർണ്ണയം വരെ 6 തലങ്ങൾ. കറക്റ്റ്. ബെഞ്ചമിൻ ബ്ലൂം കൊണ്ടുവന്ന ആ വർഗീകരണം കോഗ്നിറ്റീവ് സ്കിൽസ്, അതായത് നമ്മുടെ ചിന്താശേഷിയെ സിമ്പിൾ ആയിട്ടുള്ളതിൽ നിന്ന് കൂടുതൽ കോംപ്ലക്സ് ആയതിലേക്ക് ഒരു ഓർഡറിൽ വെച്ചിരിക്കുകയാണ്, ഒരു ഹൈറാർക്കി പോലെ. ഒരു ശ്രേണി. അതെ. ഓർമ്മിക്കുക നോയിങ്, മനസ്സിലാക്കുക കോംപ്രിഹെൻഷൻ, പിന്നെ പ്രയോഗിക്കുക ആപ്ലിക്കേഷൻ, വിശകലനം ചെയ്യുക അനാലിസിസ്. ഈ ആദ്യത്തെ 4 ഏകദേശം ആ ഒരു ഓർഡറിൽ തന്നെയാണെന്നാണ് പൊതുവെ ഗവേഷണങ്ങൾ പറയുന്നത്. ഓക്കെ. പക്ഷെ അവസാനത്തെ 2 സംശ്ലേഷണം സിന്തസിസ്, മൂല്യനിർണ്ണയം ഇവാല്യുവേഷൻ, അതിന്റെ ഓർഡറിനെക്കുറിച്ച് പിന്നീട് ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ആൻഡേഴ്സൺ, ക്രോത്ത്വോൾ, ഹുയിറ്റ് ഒക്കെ അതിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഉയർന്ന തലങ്ങൾ, അതായത് പ്രയോഗം, വിശകലനം, സിന്തസിസ്, ഇവാലുവേഷൻ, ഇതിനൊക്കെ കൂടുതൽ ആലോചന വേണമല്ലോ, വെറുതെ ഓർത്തെടുക്കുന്ന പോലെയല്ല. തീർച്ചയായും. ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഈ ടാക്സോണമി നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇത്. അല്ല. ഈ ഹയർ ലെവൽസിലുള്ള പഠനത്തിന് കൂടുതൽ ഇലാബറേഷൻ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡീപ്പർ കണക്ഷൻസ് ഉണ്ടാക്കണം. അത് വിവരങ്ങൾ ലോങ് ടേം മെമ്മറിയിൽ നന്നായി സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. അപ്പോ നിങ്ങൾക്ക് സ്വന്തം പഠനത്തെ ഒന്ന് വിലയിരുത്താൻ ഇത് ഉപയോഗിക്കാം. ഞാൻ ഈ ടോപ്പിക് വെറുതെ ഓർക്കുന്നുണ്ടോ, അതോ എനിക്കിത് വേറൊരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ സ്വയം ചോദിക്കാം. ശരിയാണ്. പിന്നെ ഭാവിയിൽ നിങ്ങളൊരു തെറാപ്പിസ്റ്റോ ടീച്ചറോ ഒക്കെ ആവുമ്പോൾ മറ്റൊരാളുടെ ചിന്തയുടെ ലെവൽ മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബ്ലൂംസ് ചിന്തയുടെ ആ ഒരു ഇന്റേണൽ ലെവൽസിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ സ്റ്റേൺബർഗ് ഇതിനെ കുറച്ചുകൂടി പുറം ലോകവുമായി ബന്ധിപ്പിച്ചു, അല്ലേ? അതെ. ഫീഡ്ബാക്ക്, സോഷ്യൽ ഇന്ററാക്ഷൻ, കോണ്ടെക്സ്റ്റ് അഥവാ സാഹചര്യം, ഇതിന്റെയൊക്കെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടിന് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗിൽ എന്ത് പങ്കാണുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്റ്റേൺബർഗ് കൂട്ടിച്ചേർത്തത്. അദ്ദേഹം ഊന്നൽ കൊടുത്തത് ഈ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനാണ്. സാമൂഹിക സാംസ്കാരിക സാഹചര്യം. അതെ.
ബുദ്ധിപരമായ പെരുമാറ്റം എന്നത് വെറുതെ നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്നൊരു പ്രോസസ്സ് മാത്രമല്ല, ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, അതായത് പൊരുത്തപ്പെടുന്നു. ചിലപ്പോ നമുക്ക് പറ്റിയ സാഹചര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, സെലക്ഷൻ, അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തെ നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നു, ഷെയ്പ്പിംഗ്. ഇതൊക്കെയാണ് യഥാർത്ഥ ബുദ്ധി എന്നാണ് സ്റ്റേൺബർഗ് പറഞ്ഞത്. കിയേഴ്സ്ലിയൊക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇത് ബ്രൂണറുടെയും വിഗോട്സ്കിയുടെയും ഒക്കെ ആശയങ്ങളുമായിട്ട് ചേർന്നു പോകുന്ന ഒന്നാണ്. അപ്പോ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കാര്യമല്ല, നമ്മൾ സാഹചര്യങ്ങളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. കൃത്യമായി. പിന്നെ പുതിയ വിവരങ്ങളെ നിലവിലുള്ള മെമ്മറി സ്ട്രക്ചറുകളുമായിട്ട് കണക്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം സ്റ്റേൺബർഗും വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ മെന്റൽ സ്ട്രക്ചറുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവരുമായി സംസാരിക്കുന്നത്, കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇതൊക്കെ ഈ സ്ട്രക്ചറുകൾ ബലപ്പെടുത്തും. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇതിൽ നിന്നെല്ലാം ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന ആശയം എന്താണ്? ഏറ്റവും കാതലായ കാര്യം, പഠനം എന്നത് വെറുതെ ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. സജീവമായ ഒന്ന്. അതെ. കിട്ടുന്ന വിവരം എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, പഴയ അറിവുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നു, എത്രത്തോളം അതിനെ വിപുലീകരിക്കുന്നു, ഏത് സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം പഠനത്തെ സ്വാധീനിക്കും. അപ്പോ ഈ പറഞ്ഞ തിയറികൾ ഇലാബറേഷൻ ആയാലും, ബ്ലൂമിന്റെ തലങ്ങളായാലും, സ്റ്റേൺബർഗിന്റെ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് അപ്രോച്ച് ആയാലും, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം പഠനം മെച്ചപ്പെടുത്താനും ഭാവിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പഠനാനുഭവങ്ങൾ ഡിസൈൻ ചെയ്യാനും സഹായിക്കുന്ന ചില ടൂൾസാണ്, ചില ചിന്താ ചട്ടക്കൂടുകളാണ്. വളരെ നന്നായി പറഞ്ഞു. ഈ ചർച്ച വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഒരു മിനിറ്റ്, പോകുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. പറയൂ. നമ്മളിന്ന് സംസാരിച്ച മിക്ക മോഡലുകളും പുതിയ വിവരങ്ങൾ എങ്ങനെ ഓർമ്മയിലേക്ക് നന്നായിട്ട് കയറ്റാം, അതായത് എൻകോഡിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ശരിയാണ്. എന്നാൽ ഓർമ്മയിൽ നിന്ന് വിവരങ്ങൾ പുറത്തെടുക്കുന്ന രീതികൾ റിട്രീവൽ പ്രാക്ടീസ് എന്ന് പറയും. ഉദാഹരണത്തിന് സ്വയം ടെസ്റ്റ് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ. ഈ റിട്രീവൽ പ്രാക്ടീസിനെ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിംഗ് സ്ട്രാറ്റജീസുമായിട്ട് എങ്ങനെ സംയോജിപ്പിക്കാം, അങ്ങനെ ലോങ് ടേം ലേണിംഗും ആ വിഷയത്തിലുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒരുമിച്ചെങ്ങനെ കൂട്ടാം? അതൊരു നല്ല ചോദ്യമാണ്. അതെ. ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. ആ ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. പങ്കെടുത്തതിന് വളരെ നന്ദി. നന്ദി.